ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഷ് റോക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് വേറെ ഒന്നും അല്ല, നമ്മുടെ പ്ലാനറ്റ് ടാങ്കിൻ്റെ അപ്ഡേഷൻ ഇടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതൊരു ഷോർട്സിലാക്കി ഇട്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അത് വെള്ളം ഒക്കെ കുറച്ച് ഇതായിട്ടുള്ളായിരുന്നു. ഇന്നത്തെ വെള്ളത്തിൻ്റെ സ്ഥിതി എന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് വെള്ളത്തിൻ്റെ സ്ഥിതി. അപ്പോൾ ഗൈസ്, ഇതാട്ടോ വെള്ളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ വിടക്കുട്ടന്മാരൊക്കെ എനിക്ക് ഓടിക്കളിച്ച് നടക്കുകയാണ്. പക്ഷെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓടി ഒന്നും കഴിക്കുകയൊന്നുമില്ല കേട്ടോ. കാരണം അവരത്രയൊന്നും നമ്മളോട് ആയിട്ടില്ല. കുറേ നാൾ ഷോപ്പിലല്ലായിരുന്നു ഉണ്ട് നമ്മളത്രയൊന്നും. ഫുഡ് ഇട്ട് നോക്കാം, ചിലപ്പോൾ തിന്നായിരിക്കും. നമ്മളിവർക്ക് കൊടുക്കാൻ പോണ പെല്ലറ്റ്സ് അങ്ങനെ തിന്നാൻ വഴിയില്ല. തിന്നുന്നെങ്കിൽ അവർ നമ്മളോട് ഇറങ്ങിയതാണ്. അപ്പാണെങ്കിൽ ഈ ടൈം പോയിട്ട് നന്നായിട്ട് പരിചിതമായി. ഓക്കെ, 2-3 ആൾക്കാരൊക്കെ വന്നു തന്നെയുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തന്നെയുണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തിന്നുന്നുണ്ട്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പുറത്ത് വരുന്നുണ്ട്. പക്ഷെ കുറച്ച് വിശ്വാസം മാത്രം പുറത്തോട്ട് വരുന്നുണ്ട് ഗൈസ്. എനിക്ക് ഏറ്റവും വിഷമം എന്താണെന്ന് അറിയാവുന്ന ഗൈസ് നിങ്ങൾക്ക്. നമ്മൾ ആക്ച്വലി വേണമെങ്കിൽ എല്ലാ മോൺസ്റ്റർ ഫിഷസും പോയി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ ഏറ്റവും ക്യൂട്ട് ഫിഷസ് ആയിട്ട് കുറേ മീനുണ്ട്. ഇപ്പോൾ നമുക്ക് മോൺസ്റ്റർ ഫിഷ് എന്ന് പറയാനാകെ നമ്മുടെ ഓസ്കാശേ ഉള്ളൂ. നമ്മുടെ 4 ഓസ്കാശ്. ഇനിയൊരു മോൺസ്റ്റർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു മോൺസ്റ്റർ. അത് ഞാൻ നിങ്ങളോട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർത്ത് കണ്ടുപിടിക്കുക. കാരണം ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം എനിക്ക് പണ്ടേ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ മീനെ മേടിക്കണം എന്നുള്ളത്. അത് അവസാനം നടന്നു. അതുകൊണ്ട് അതിനെ മേടിക്കും. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇതിനെ മേടിക്കേണ്ടെന്ന്. അതുകൊണ്ട് അത് ഞാൻ എന്ത് പറയണേ, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അത് മാത്രമല്ല, ഞാൻ ഈ കാര്യങ്ങളൊന്ന് ചിന്തിച്ചും ഒക്കെ വന്നതാണ് നേരത്തെ. പക്ഷെ ആ സമയമൊന്നും ഇതിനെക്കുറിച്ച് അങ്ങനെയൊന്നും ഡീപ്പായിട്ടൊന്നും ചിന്തിക്കാനും എടുക്കാനും പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മൾ മേടിക്കാനത്. നമ്മൾ ഇട്ട് കൊടുത്ത പകുതിയോളം തീറ്റകൾ ഇവരെല്ലാവരും തന്നെയുണ്ട്. അതുപോലെ നമുക്ക് തീറ്റൊന്നും കിട്ടിയില്ല. ഒരാൾ ആ പുല്ലല്ല ഇങ്ങനെ ഒരു വാട്ടർ പ്ലാന്റിൻ്റെ അടിയിൽ കയറിയിരിക്കുകയാണ്. പുല്ല് പോലത്തെ ഒരു വാട്ടർ പ്ലാന്റ് അടിക്കരുത്. അതിൻ്റെ പേരൊന്നും അറിയില്ല. നമ്മൾ പുല്ലിൻ്റെ വാട്ടർ പ്ലാന്റ് ഒക്കെ പേര് പറഞ്ഞപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിനി 2 വാട്ടർ പ്ലാന്റും കൂടെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ അപ്ഡേഷനും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. നമ്മളെന്തായാലും മോൺസ്റ്റർ ഫിഷിനെ മേടിക്കണ വീഡിയോ ഫുള്ള് പെറ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് ഒക്കെ കാണിക്കണ ഒരു വീഡിയോ ഉണ്ടാവും കേട്ടോ. ബൈ, സീ യു, ടാറ്റാ.